ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ഈ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡ്ലൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 1 കപ്പ് പാലിൽ 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് പൊങ്ങാൻ വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള പുതിന ചട്നി റെഡിയാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത്, ഒരു തണ്ട് മല്ലിയില, ഒരു പിടി പുതിനയില, മൂന്ന് ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പുതിന ചട്നി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി കുറച്ച് ചിക്കൻ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഷ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇത് ബോളുകളാക്കി പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്ത ഷീറ്റ് ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്.
ഇനി മുറിച്ചെടുത്ത ഷീറ്റ് ഇതുപോലുള്ള സമൂസ മോൾഡിൽ വെച്ച് കൊടുക്കാം. സമൂസ മോൾഡ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ കൈകൊണ്ട് അടയുടെ രൂപത്തിലാക്കിയെടുത്താൽ മതി. മോൾഡിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് പുതിന ചട്നി ഇട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലായി ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മുകളിലായി കുറച്ച് മയോണീസും ഇട്ട് കൊടുക്കാം. മയോണീസ് ഹോം മെയ്ഡ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ അടയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഇതധികം ടൈം എടുത്ത് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വൈറ്റ് കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഗോൾഡൻ കളർ ആവണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ തിരിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മുകളിലായി ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ചട്നിയും ചിക്കനും മയോണീസും കൂടി അടിപൊളി ടേസ്റ്റാണ് ഈ ഒരിടക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്